ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടൂസ് അക്കാഡമി. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന HSL നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഇനി കാര്യമായിട്ട് തന്നെ പഠനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. മുൻവർഷങ്ങളിലെ സിലബസുകളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സുകൾ തയ്യാറാക്കുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനുള്ള നിങ്ങളുടെ തീവ്രമായിട്ടുള്ള ശ്രമം ആരംഭിക്കേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ HSA സോഷ്യൽ സയൻസ് എക്സാമിന്റെ സിലബസ് വളരെ വിശകലനം ചെയ്ത് തന്നെ ഒന്ന് പഠിക്കുന്നതാണ്. മൊഡ്യൂൾ 1 ഹിസ്റ്ററിയാണ്, പ്രത്യേകിച്ചും വേൾഡ് ഹിസ്റ്ററിയാണ് ഏറെ പങ്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻ അഥവാ വെങ്കലയുഗ സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. അതിലുൾപ്പെടുന്ന ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടാമിയൻ, ഹാരപ്പൻ സിവിലൈസേഷൻസ് ആണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സുമേറിയൻസിനെ കുറിച്ചിട്ടും ബാബിലോണിയൻസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ക്യൂണിഫോം സ്ക്രിപ്റ്റ്സിനെ കുറിച്ചിട്ടും സിഗുറാത്തുകളെ കുറിച്ചിട്ടും ഹമ്മുറാബി ഇതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും വരുന്ന സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഉർ, ബേബിലോൺ തുടങ്ങിയിട്ടുള്ളവ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു പോകേണ്ട പോർഷൻസ് ആണ്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാവരും SCERT ടെക്സ്റ്റുകൾ കൂടി ഒന്ന് റെഫർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിരമിഡുകളും ഹൈറോഗ്ലിഫിക്സും ആണ്. അതേപോലെ തന്നെ ഫറവോസിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മമ്മീസ് എന്ന് പറയുന്നത്, അല്ലെ? അതേപോലെ തന്നെ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസ്, റെനൈസൻസ്, റിഫോർമേഷൻ ആൻഡ് ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ്, മോഡേൺ റെവല്യൂഷൻസ്, അതേപോലെ തന്നെ വേൾഡ് വാർ, ഇത്രയുമാണ് പ്രധാനമായിട്ടും ഹിസ്റ്ററിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻ അല്ലെങ്കിൽ വെങ്കലയുഗ സംസ്കാരങ്ങൾ. അപ്പൊ ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടവയാണ് ഈജിപ്ഷ്യൻ, അതേപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, മെസോപ്പൊട്ടോമിയൻ, അതോടൊപ്പം തന്നെ ചൈനീസ് സിവിലൈസേഷൻ തുടങ്ങിയിട്ടുള്ളവ. അപ്പൊ എന്താണ് ഈ ബ്രൗൺസ് ഏജ് സിവിലൈസേഷന്റെ എല്ലാം പൊതുവായിട്ടുള്ള പ്രത്യേകത? വെങ്കലം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെങ്കല നിർമ്മിതമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലയളവായതുകൊണ്ടാണ് ഈ സംസ്കാരങ്ങളെ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് അറിയപ്പെട്ടത്. അത് മാത്രവുമല്ല, ബ്രൗൺസ് ഏജ് സിവിലൈസേഷന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നദീതട സംസ്കാരങ്ങളാണ്. നൈൽ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, സിന്ധു, ഹൊയാഹോ തുടങ്ങിയിട്ടുള്ള നദികളിലാണ് വെങ്കലയുഗ സംസ്കാരം പുരോഗതി കൈവരിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംസ്കാരങ്ങൾ ഉടലെടുത്തു വന്നു. മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് തുടങ്ങിയിട്ടുള്ളവയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പം ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹൊവാർഡ് കാർട്ടർ എന്ന പുരാവസ്തു ഗവേഷകനാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള തുത്തൻഖാമന്റെ ശവകുടീരം കണ്ടെത്തിയിട്ടുള്ളത്. ഈജിപ്തിലെ രാജാവായിരുന്ന തുത്തൻഖാമൻ അക്കാലത്ത് ഈജിപ്തിലെ രാജാക്കന്മാരെ വിശേഷിപ്പിച്ചിരുന്നത് ഫറവോസ് എന്നാണ്, ഫറോവ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഫറോവയുടെ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയും ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന മൃതശരീരങ്ങളെയാണ് മമ്മികൾ എന്ന് അറിയപ്പെടുന്നത്. അതിൽ വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ പിരമിഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന്റെ ധനവും അതേപോലെ തന്നെ അധ്വാനവും ഒരുപോലെ ആവശ്യമാണ്. ഇനി വളരെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഹൈറോഗ്ലിഫിക്സ് അല്ലെങ്കിൽ ദി ഗോഡ്സ് വേർഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ എഴുതി രേഖപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ഇതിനെ പുണ്യലിപി, വിശുദ്ധമായിട്ടുള്ള എഴുത്ത് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതിയത് എങ്ങനെയാണ് അല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിച്ചത് പാപ്പിറസ് ചെടിയുടെ ഇലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയിരുന്നത്. ഈ ഹൈറോഗ്ലിഫിക്സ് ലിപിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്? ഫറോവോസിന്റെ നേട്ടങ്ങൾ, അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ, രാജകീയമായിട്ടുള്ള ആചാരങ്ങൾ, ജനസംഖ്യാ കണക്കുകൾ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഇനി ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് ആരാണ് വായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന ഷാംപോലിയെ ആയിരുന്നു വായിച്ചിരുന്നത്. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പഠിക്കുമ്പോൾ ഒന്നിലേറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് വെക്കണം. അപ്പോൾ എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകുന്നതാണ് നല്ലത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം,
വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പോയിന്റ്സ് കവർ ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ചും അർബൻ പ്ലാനിംഗ്, ട്രേഡ് സ്ക്രിപ്റ്റ്സ്, അതേപോലെ തന്നെ ബ്രൗൺ സീഷ് ആർട്ട് ആയിട്ടുള്ള സ്കൾപ്ചർ, പോട്ടറി, മെറ്റൽ വർക്ക് ആൻഡ് ജുവലറി, അതേപോലെ തന്നെ മോണുമെന്റ് ആർക്കിടെക്ചർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ നമ്മുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഈ ഒരു ബ്രൗൺസ് ഏജ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. മെസോപ്പൊട്ടോമിയയിലെ ക്യൂണിഫോമും ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക്സും അതേപോലെ തന്നെ ഇൻഡസ് സ്ക്രിപ്റ്റും ഒക്കെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പോയിന്റ്സുകളാണ്. അതേപോലെ തന്നെ വരുന്ന ഒന്നാണ് ഏർലി ലിറ്ററേച്ചർ വർക്കുകളായിട്ടുള്ള എപ്പിക് ഓഫ് ഗിൽമീഷ്, പിരമിഡ് ടെക്സ്റ്റുകൾ തുടങ്ങിയിട്ടുള്ളവയും. അപ്പോൾ റൈറ്റിംഗ്സ് ആൻഡ് ലിറ്ററേച്ചറിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലയളവ് കൂടിയായിരുന്നു ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ചില സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഈ സൈറ്റുകളുണ്ട്. അതിലൊന്നാണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. അപ്പോൾ മോഹൻജദാരോ എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ഹാരപ്പൻ നാഗരികതയുടെ ഒരു ആസൂത്രിത നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് മോഹൻജദാരോയെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പ്രധാന സൈറ്റ്, അതിന്റെ നിലവിലെ സ്ഥാനം, അതേപോലെ തന്നെ പ്രധാനമായിട്ടും ആ സൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ കണ്ടെത്തലുകളൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹാരപ്പ എന്ന് പറയുമ്പോൾ 1921 ദയാറാം സാഹിനിയാണ് ഖനനം ചെയ്ത് കണ്ടെത്തിയത്. ഇപ്പൊ നിലവിലെ സ്ഥാനം എന്ന് പറയുമ്പോൾ പഞ്ചാബ്, അതേപോലെ തന്നെ പാകിസ്ഥാൻ, മോൺട്ഗോമറി ജില്ലയുടെ രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പ്രതിമകൾ, അതേപോലെ തന്നെ ഗ്രാനറീസ്, കാളവണ്ടികൾ തുടങ്ങിയിട്ടുള്ളവയാണ്. മോഹൻജദാരെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പ്രധാന പേരാണ് മരിച്ചവരുടെ കുന്ന് എന്നുള്ളത്. ആർ.ഡി. ബാനർജിയാണ് മോഹൻജദാരോ ഖനനം ചെയ്ത് കണ്ടെത്തിയത്. ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ലക്കാന ജില്ലയിലെ സിന്ധു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മോഹൻജദാരോയിലും ഒരുപാട് പ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. അതിലൊന്നാണ് വലിയ കുളിപ്പുരകൾ, ഗ്രേറ്റ് ബാത്ത്, അതേപോലെ തന്നെ ഗ്രാനറീസും, ഈ വെങ്കല നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, താടിയുള്ള മനുഷ്യന്റെ പ്രതിമകൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള ദൈവങ്ങളുടെ പിക്ചേഴ്സ് ഒക്കെ തന്നെ ഈ മോഹൻജദാരോയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ഓരോ സൈറ്റുകളും ആ സൈറ്റിലെ നിലവിലെ സ്ഥാനം, അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെ നിങ്ങൾ വളരെ വിശദീകരിച്ച് പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഗ്രീക്കോ റോമൻ സിവിലൈസേഷനിലേക്ക് വരുമ്പോൾ ജോഗ്രഫിക്കൽ ആൻഡ് ഏർലി ഹിസ്റ്ററി, പ്രത്യേകിച്ചും ഏൻഷ്യൻ ഗ്രീസിൻ്റെത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഏൻഷ്യൻ റോമിൻ്റെയും പ്രത്യേകിച്ചും ഏർലി റോമൻ ഹിസ്റ്ററിയിൽ വരുന്ന ഫൗണ്ടേഷൻ ഓഫ് മിത്ത്, അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് റോമൻ കിങ്ഡം എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിനൈസൻസ്, റീഫോർമേഷൻ ആൻഡ് ജോഗ്രഫിക്കൽ ഡിസ്കവറീസും പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിച്ചു പോകേണ്ട പോർഷൻസ് ആണ്. പ്രത്യേകിച്ചും ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇന്നോവേഷൻസും സയന്റിഫിക് എൻക്വയറീസും ലിറ്ററേച്ചർ അച്ചീവ്മെന്റ്സും പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസും എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് മോഡേൺ റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസ് ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും അതിൽ വന്നിട്ടുള്ളതാണ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയിട്ടുള്ളവ. അമേരിക്കൻ റവല്യൂഷൻ, അതേപോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, മേജർ ബാറ്റിൽസ്, ഫോർമേഷൻ ഓഫ് UN കോൺസ്റ്റിറ്റ്യൂഷൻ, ബിൽ ഓഫ് റൈറ്റ് ആൻഡ് ഫെഡറൽ സിസ്റ്റം. ഇനി ഫ്രഞ്ച് റവല്യൂഷനിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഫാൽ ഓഫ് ബാസ്റ്റിൽ, അതായത് ബാസ്റ്റിയൻ കോട്ടയുടെ പഠനം, റെഗീൻ ഓഫ് ടെറർ, റൈസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ മരണം വരെയുള്ള പോർഷൻസ് കവർ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ആ സമയത്തെ പ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട പോർഷനാണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുടെ പോർഷൻ ആരംഭിക്കുന്നത് ബ്രൗൺസ് ഏജ് സിവിലൈസേഷനും അവസാനിക്കുന്നത് വേൾഡ് വാറിലുമാണ്. വേൾഡ് വാറിന് ശേഷം ലീഗ് ഓഫ് നേഷൻ, UN ഫോർമേഷൻ വരെയുള്ള ഏരിയാസ് ആണ് കവർ ചെയ്ത് പഠിക്കേണ്ടത്. വേൾഡ് വാറിലേക്ക് നയിച്ച കാരണങ്ങൾ ഉൾപ്പെടെ വേണം നിങ്ങൾ പഠിക്കാൻ. നാഷണലിസം, മിലിറ്ററിസം, അലയൻസ്, ഇമ്പീരിയലിസം, അസാസിനേഷൻ ഓഫ് ആക്വിഡുക്, ഫ്രാൻസ് ഫെർഡിനാൻഡ് തുടങ്ങിയിട്ടുള്ള പോർഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്.
അതിനുശേഷം വരുന്ന ബാറ്റിൽ ഓഫ് സോമി, ബാറ്റിൽ ഓഫ് വേർഡൻ, ഈസ്റ്റേൺ ഫ്രണ്ട്, വെസ്റ്റേൺ ഫ്രണ്ട് ആൻഡ് ട്രെഞ്ച് വാർഫെയർ. ദെൻ വെഴ്സായി ഉടമ്പടിയും അതേപോലെ തന്നെ പ്രധാനമായിട്ടും വന്നിട്ടുള്ള കീ ലീഡേഴ്സ് ആയിട്ടുള്ള ചർച്ചിൽ, റൂസ്വെൽറ്റ്, ഹിറ്റ്ലർ, സ്റ്റാലിൻ തുടങ്ങിയിട്ടുള്ളവരെ കുറിച്ചിട്ടും അവരുടെ മേജർ അലയൻസ് ആൻഡ് സ്ട്രാറ്റജീസും എല്ലാം തന്നെ പഠിച്ചു പോകേണ്ടതാണ്. ദെൻ പ്രധാനമായിട്ടും വരുന്ന മറ്റൊരു പോയിന്റ് ആണ് ആക്സിസ് പവർ, അതായത് അച്യുതന്റെ ശക്തികൾ എന്നുള്ളൊരു പോർഷനും. ദെൻ കോൾഡ് വാറിന് ശേഷം ഉള്ള കാരണങ്ങൾ, അതിനുശേഷം യുഎന്റെ ഫോർമേഷൻ. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും എല്ലാം കവർ ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേൾഡ് വാറിന്റെ പോർഷൻസ് കവർ ചെയ്യുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഏരിയാസ് ആണ് ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ അറ്റൻഡ്, അതായത് ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി ഇവർ 3 പേരും ഉൾപ്പെടുന്നതായിരുന്നു ത്രികക്ഷി സഖ്യം അല്ലെങ്കിൽ ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത്. ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും, അതാണ് ട്രിപ്പിൾ ഓഫ് അറ്റൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ചേരികളായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ലോകരാഷ്ട്രങ്ങളെല്ലാം വിഭജിക്കുകയും അത് വിനാശകാരികളായിട്ടുള്ള പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും വാങ്ങിക്കൂട്ടുന്നതിലേക്കും നയിച്ചു. അപ്പോൾ ഈ കാലയളവിലാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു തീവ്ര ദേശീയത അഥവാ അഗ്രസീവ് നാഷണലിസം ഉടലെടുത്തു വന്നത്, പ്രത്യേകിച്ചും യൂറോപ്യൻ നേഷൻസിന്. അതായത് മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് തങ്ങളുടെ രാജ്യമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നൊരു മനോഭാവം ഉണ്ടാവുകയും ഇതിന്റെ പ്രത്യേകതയായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം, അതേപോലെ തന്നെ പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ പാൻസ്ലാവ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ സ്ലാവ് വംശജർ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിക്കുകയും അതിനായിട്ട് ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടു കൂടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് പാൻസ്ലാവ് എന്ന് പറയുന്നത്. ഇനി പാൻ ജർമ്മൻ എന്ന് പറയുമ്പോൾ യൂറോപ്പിന്റെ മധ്യഭാഗത്തുള്ള ബാൾക്കൈൻ മേഖലയിലും ഒക്കെ തന്നെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനി കണ്ടെത്തിയിട്ടുള്ള ഒന്നാണ് ട്യൂട്ടോണിക് വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജർമ്മനിയുടെ നേതൃത്വത്തിലാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കണം, അതിലേതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടത് എന്നുള്ളതും വിശദമായിട്ട് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 1 കഴിഞ്ഞു. മൊഡ്യൂൾ 2 വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ വേദിക് കാലഘട്ടം മുതൽ നമ്മുടെ കേരളത്തിന്റെ നാഷണൽ മൂവ്മെന്റ്, ഐക്യ കേരള മൂവ്മെന്റ്, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, ഇത്രയും പോർഷൻസ് ആണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയും അതോടൊപ്പം തന്നെ കേരള ഹിസ്റ്ററിയുമാണ് ഏകദേശം കവർ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോകേണ്ട പോർഷൻസ് ആണ്. അപ്പോൾ നമുക്കിതിലെ ഓരോന്നും എങ്ങനെയാണ് വിശദമായിട്ട് പഠിക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ വേദിക് ഏജ്, അതേപോലെ തന്നെ ജൈനിസം, ബുദ്ധിസം, ഈ ഒരു കാലയളവിൽ പുതിയ പല റിലീജിയൻസും ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ജനപദങ്ങൾ രൂപീകൃതമാവുകയും ജനപദങ്ങൾ മൗര്യ, ഗുപ്ത തുടങ്ങിയിട്ടുള്ള എംപയേഴ്സുകൾക്ക് വഴിമാറുകയും മൗര്യ, ഗുപ്ത എംപയറിന് ശേഷം വർദ്ധനാസ് വരികയും അതിനുശേഷം ആര്യൻസിന്റെ ഇൻവേഷൻസും ഒക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. ദെൻ അതിന് ശേഷമുള്ള ഒരു കാലയളവെന്ന് പറയുന്നത് മിഡീവൽ ഇന്ത്യയാണ്. അപ്പോൾ മിഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സുൽത്താൻ ആൻഡ് മുഗൾ എംപയർസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. വിജയനഗർ, അതേപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റ്, ആ ഒരു കാലയളവിലെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ലൈഫ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഗൾ എംപയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ലൈഫും അറിഞ്ഞിരിക്കണം. ഡൽഹി സുൽത്താനേറ്റിന്റെയും മുഗൾ എംപയറിന്റെയും ഈ ഒരു കാലയളവിലെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇനി യൂറോപ്യൻസിന്റെ വരവോട് കൂടിയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതായത് കൊളോണിസം, ഇമ്പാക്ട് ഓഫ് കൊളോണിസം, റൈസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, എക്കണോമിക് ഇമ്പാക്ട് ആൻഡ് ലാൻഡ് റവന്യൂ പോളിസീസ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുകയുണ്ടായി. അതാണ് റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഓരോ സാമ്രാജ്യത്തിലെയും പ്രധാനമായിട്ടുള്ള ഭരണാധികാരികളും അവർ ഭരിച്ചിരുന്ന ഒരു കാലയളവും ആ കാലയളവിൽ അവർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, അതേപോലെ തന്നെ അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് പഠിക്കണം. മൗര്യ എംപയറിലെ പ്രധാനമായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യർ, ബിന്ദുസാരൻ, അശോകൻ തുടങ്ങിയിട്ടുള്ളവ.
ഇനി ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചപ്പോഴേക്കും മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത് 1526 ബാബറാണ് മുഗൾ ഭരണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. 1526 മുതൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന അതായത് 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത് മുഗൾ ഭരണം ആയിരുന്നു. അപ്പോൾ ഇവിടെ മുഗൾ ഭരണ സമയത്തെ പ്രധാനമായിട്ടുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികളാണ് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് തുടങ്ങിയിട്ടുള്ള. അപ്പം ഈ ഒരു ഓർഡറിൽ പഠിക്കണം. ഓരോ രാജാക്കന്മാർക്ക് ശേഷവും അല്ലെങ്കിൽ ഓരോ മുഗൾ ഭരണാധികാരികൾക്ക് ശേഷവും അടുത്ത ഭരണാധികാരി ആരാണ്, അവരുടെ പ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ, അതേപോലെ തന്നെ അവർ പണികഴിപ്പിച്ചിട്ടുള്ള മോണുമെന്റ്സ് എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഫ്രീഡം മൂവ്മെന്റ് ആണ്. ഫ്രീഡം മൂവ്മെന്റും അതേപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവും ഇന്ത്യയുടെ പല വ്യത്യസ്തമായിട്ടുള്ള നാഷണൽ മൂവ്മെന്റിന്റെ പലതരത്തിലുള്ള ഫേസസും എല്ലാം തന്നെ നിങ്ങൾ കവർ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതിനുശേഷം നാട്ടുരാജ്യ സംയോജനവും ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഏകീകരണവും ഫോറിൻ പോളിസി, എക്കണോമിക് പ്ലാനിംഗ്, ദെൻ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാം തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ കേരള ഹിസ്റ്ററിയിലും ജൈനിസം, ബുദ്ധിസത്തിന്റെ ഒക്കെ തന്നെ ശേഷിപ്പുകളുണ്ട്. അതായത് ജൈന ബുദ്ധ ക്ഷേത്രങ്ങളൊക്കെ തന്നെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ സംഘകാലഘട്ടം എന്ന് പറയുമ്പോൾ തിണൈ, കുലശേഖരാസ്, പെരുമാൾസ്, അതായത് മഹോദയപുരം, പെരുമാൾസ് ഓഫ് മഹോദയപുരം, ഭക്തി മൂവ്മെന്റ് ആൻഡ് റൈസ് ഓഫ് മോഡേൺ ട്രാവൻകൂർ, ദെൻ കൊളോണിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, അപ്പോൾ ഇവയെല്ലാം തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ടോപ്പിക്കുകളാണ്. ഇനി കേരളത്തിലെ സംഘകാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററിയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള പീരീഡ് ആയിരുന്നു സംഘയുഗം എന്ന് പറയുന്നത്. BC 3-ാം നൂറ്റാണ്ട് മുതൽ CE 3-ാം നൂറ്റാണ്ട് വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇത് പ്രത്യേകിച്ചും തമിഴ് സാഹിത്യത്തിന്റെ കാലഘട്ടം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സംഗമം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള കവികളും പണ്ഡിതന്മാരുടെ എല്ലാം സമ്മേളനങ്ങളെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സംഘകാലം എന്ന് പറയുമ്പോൾ ഒരുപാട് ലിറ്ററേച്ചർ വർക്കുകളും പ്രത്യേകിച്ചും നല്ല നല്ല സാഹിത്യ വർക്കുകളും അതേപോലെ തന്നെ ദ്രാവിഡ സാഹിത്യത്തിന്റെ ആദ്യകാല മാതൃകമാക്കിയിരുന്നത് ഈ ഒരു സംഘകാല കൃതികളെയായിരുന്നു. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ് കേരളത്തില് ഈ പറയുന്ന ബ്രിട്ടീഷ് കൊളോണിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മൂവ്മെന്റ്സ് അഥവാ പ്രക്ഷോഭങ്ങൾ എന്ന് പറയാം. അതിന് നേതൃത്വം വഹിച്ചിട്ടുള്ളവരാണ് പഴശ്ശിരാജ, വേലുത്തമ്പി, അതേപോലെ തന്നെ പാലിയത്തച്ഛൻ തുടങ്ങിയിട്ടുള്ളവർ. അപ്പോൾ ഈ പറയുന്ന യൂറോപ്യൻസിനോടൊപ്പം തന്നെ യൂറോപ്യൻസിന്റെ വരവിന് മുമ്പായിട്ടായിരുന്നു മൈസൂർ ഇൻവേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ മൈസൂർ ഇൻവേഷനും വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷനാണ്. ദെൻ കേരളത്തിൽ നടന്നിട്ടുള്ള കുറിച്യ റിവോൾട്ട്, അതേപോലെ തന്നെ കാർഷിക കലാപങ്ങൾ, അതാണ് മലബാർ കലാപം. ദെൻ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ആൻഡ് ലീഡേഴ്സ്, നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, ഐക്യ കേരള മൂവ്മെന്റ്, ഫോർമേഷൻ കേരള സ്റ്റേറ്റ്, ദെൻ പ്രോഗ്രസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് റിനൈസൻസ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോർഷനിൽ വളരെ അതായത് കേരള ഹിസ്റ്ററിയുടെ പോർഷൻസിൽ നിന്നും പഠിച്ചു പോകേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് കൂടി ഒന്ന് മാക്സിമം കവർ ചെയ്ത് പഠിക്കണം. അപ്പോൾ എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ നോട്ട്സുകൾ തയ്യാറാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മലബാറിൽ 1916 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫസ്റ്റ് സമ്മേളനം നടന്നിട്ടുള്ളത് പാലക്കാടാണ്. അതിന് നേതൃത്വം വഹിച്ചിരുന്നത് ആനി ബസന്റ് ആണ്. അതിനുശേഷം 1920 മഞ്ചേരിയിൽ വെച്ചുണ്ടായി. ആൻഡ് 1921 മലബാർ കലാപം അഥവാ ഈ പറഞ്ഞിട്ടുള്ള മാപ്പിള കർഷകരൊക്കെ തന്നെ ജന്മിമാർക്കെതിരെ നടത്തിയിട്ടുള്ള കലാപമായിരുന്നു. 1930 പയ്യന്നൂര് അതേപോലെ തന്നെ കോഴിക്കോട് ഒക്കെ തന്നെ നിയമം ലംഘിച്ചുകൊണ്ട് കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് ഉണ്ടാക്കിയിരുന്നു. ആൻഡ് 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുകയും അങ്ങനെ കയ്യൂർ, മൊറായ, കരുവള്ളൂർ തുടങ്ങിയിട്ടുണ്ടായ കർഷക സമരങ്ങളും ആൻഡ് ക്വിറ്റ് ഇന്ത്യ സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം, പ്രത്യേകിച്ചും സർക്കാർ കെട്ടിടങ്ങൾ പൊളിക്കുക, റോഡ് പാലങ്ങൾ തകർക്കുക, അങ്ങനെ കിഴറിയൂർ ബോംബ് കേസ്, ഇതൊക്കെ തന്നെ
കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നാഷണൽ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടുള്ളവയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളവയെല്ലാം തന്നെ മലബാർ റീജിയനിലാണ് ഉണ്ടായിരുന്നത്. ഇനി കൊച്ചിയിലേക്ക് വരുമ്പോൾ നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി സ്ട്രൈക്കാണ്. അതായത് വൈദ്യുത വിതരണമൊക്കെ തന്നെ, അതായത് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിക്കുന്നതിന് എതിരായിട്ടുണ്ടായ സമരമായിരുന്നു. കൊച്ചി രാജ്യ പ്രജാമണ്ഡൽ രൂപീകൃതമായതോടു കൂടിയിട്ടാണ് ഈ ഒരു സ്ട്രൈക്ക് കുറേയേറെ ശക്തിപ്പെട്ടത്. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദൻ മേനോൻ, കെ അയ്യപ്പൻ എന്നിവരായിരുന്നു ഈ ഒരു കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കന്മാരെന്ന് പറയുന്നത്. തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ നടന്നിട്ടുണ്ടായ പ്രധാനമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങളാണ് മലയാള മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. മലയാളി മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ സർക്കാർ ജോലികളിൽ ട്രാവൻകൂർ ഉള്ളവർക്ക്, അതായത് തിരുവിതാംകൂർ ഉള്ളവർക്ക് മതിയായ പ്രാധാന്യം ആവശ്യപ്പെട്ടുകൊണ്ട് GP പിള്ളയാണ് ഇതിന് നേതൃത്വം വഹിച്ചിരുന്നത്. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക വിഭാഗം കാസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ രാജാവിനെ ഒരു ഹർജിയായി സമർപ്പിച്ചുകൊണ്ട് ഡോക്ടർ പൽപ്പുവാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. ഇനി നവോത്ഥാന പ്രക്ഷോഭം 1932 നടന്നത്. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ തുടങ്ങിയിട്ടുള്ളവർക്ക് ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുമാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. അപ്പോൾ ഇത്രയുമൊക്കെ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള നാഷണൽ മൂവ്മെന്റ്സിന്റെ പ്രധാനമായിട്ടുള്ള കീ പോയിന്റ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് എല്ലാവരും പഠിക്കുമല്ലോ. അപ്പോൾ മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ പോർഷൻസ് ആണ് ഇവിടെ കവർ ചെയ്ത് വരുന്നത്. പൊളിറ്റിക്കൽ സയൻസിന്റെ മീനിങ്, ഇമ്പോർട്ടൻസ്, അപ്രോച്ചസിൽ ആരംഭിക്കുന്നതാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള മേജർ കമ്പോണൻസ് ആയിട്ടുള്ള സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, സോവറിനിറ്റി തുടങ്ങിയിട്ടുള്ളവയും ആൻഡ് പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ തുടങ്ങിയിട്ടുള്ള പോയിന്റ്സുകളും, ഫെഡറലിസം, റൂൾ ഓഫ് ലോ, ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിസം ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റോൾ, പ്രഷർ ഗ്രൂപ്പ് ആൻഡ് ഡെമോക്രസിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മീനിങ് ആൻഡ് ഫീച്ചേഴ്സും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസിയും പാർലമെന്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റവും എല്ലാം തന്നെ ഈ ഒരു പോർഷനിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. അതിലൊക്കെ ഉപരി തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കുറിച്ച് പഠിച്ചു പോകേണ്ട ഒരു പോർഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലന്റ് ഫീച്ചേഴ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, വർക്കിംഗ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതേപോലെ തന്നെ ലാസ്റ്റ് ഈ ഒരു മൊഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സിന്റെ മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള പോർഷൻസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സമിതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിന്റെ ഇയറും അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന വ്യക്തികളും ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് 1946 ഡിസംബർ 6 ആദ്യ മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9 അപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായിരുന്ന പ്രസിഡന്റാണ് സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. ആൻഡ് ഡിസംബർ 11, 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം പ്രസിഡന്റായി നിയമിക്കുകയും HS മുഖർജിയെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ എന്ന് പറയുന്നത് BN റാവു ആണ്. ദെൻ ഭരണഘടന രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടുള്ള പോയിന്റ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ എല്ലാം തന്നെ വിശദീകരിച്ച് തന്നെ പഠിച്ചു പോകേണ്ടതാണ്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ജാനുവരി 22 ആ ലക്ഷ്യപ്രമേയം പാസ്സാക്കുകയും 1947 ജൂലൈ 22 ദേശീയ പതാക സ്വീകരിച്ചു. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ആൻഡ് 1947 നവംബർ 17 ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു നിയമനിർമ്മാണ സഭയായിട്ട് ആദ്യമായി കൂട്ടിച്ചേർന്നു. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ 5 വരുമ്പോൾ ഡെമോക്രസി, അപ്പോൾ ജോഗ്രഫിയെ 2 പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ ജോഗ്രഫി ആണ്. മൊഡ്യൂൾ 7 ഫിസിക്കൽ ജോഗ്രഫി ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ കണ്ടന്റ് കുറവാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോളാർ സിസ്റ്റത്തിലാണ്. അതിനുശേഷം അക്ഷാംശം, രേഖാംശം, അതേപോലെ തന്നെ സീസൺസ്, മാപ്പ് സ്റ്റഡി, ദെൻ എർത്തിന്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ പ്ലേറ്റ് ടെക്ടോണിക്സ് തുടങ്ങിയിട്ടുള്ളവ കാര്യം, വെതറിംഗ്, എറോഷൻസും
structure and composition of atmosphere, and major oceans characteristics, ടൈഡ്സ് ആൻഡ് കറൻസ്. അപ്പം ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ എന്നിങ്ങനെ തരംതിരിച്ചതിനെ പോർഷൻസ് പഠിച്ചു പോകേണ്ടതായിട്ട് ഉള്ളൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ്സ്, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്റ്റ്യൂഡ്, അതിനോടൊപ്പം തന്നെ ഗ്ലോബും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാപ്പിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ മാപ്പ് സ്റ്റഡിയിൽ മാപ്പിൻ്റെ സ്കെയിൽ, മാപ്പ് ഡയറക്ഷൻ, പ്രത്യേകിച്ചും കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ലാറ്റിറ്റ്യൂഡ്, ലോങ്റ്റ്യൂഡ്, ടൈം. ദെൻ മാപ്പിൻ്റെ കാര്യം പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു പോയിൻ്റാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പും സിലബസിൽ തന്നില്ല, ഒരു ടൈറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ് ലോങ്റ്റ്യൂഡ്സ് എന്ന് പഠിക്കുമ്പോൾ ഓരോ പോയിന്റ്സും അറിഞ്ഞു തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പികമായിട്ടുള്ള സമാന്തരമായിട്ടുള്ള രേഖകളാണ്. പ്രത്യേകിച്ചും ഭൂമിയുടെ ഉപരിതലത്തിലെ ഓരോന്നിൻ്റെയും ദൂരം അല്ലെങ്കിൽ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ഉപയോഗിക്കുന്നത്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണ്, അഥവാ ഇക്വാറ്റോർ ആണ്. ഭൂമധ്യരേഖ ഭൂമിയെ ഉത്തരാർദ്ധമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ അക്ഷാംശങ്ങൾക്കും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 111 കിലോമീറ്റർ ആണ്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡാണ് ഉത്തരായന രേഖ അഥവാ ടോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ആൻഡ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അറിഞ്ഞിരിക്കണം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം ആണ്. ദെൻ 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശ രേഖ അറിയപ്പെടുന്നതാണ് ടോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്നറിയപ്പെടുന്നത്. ഇനി 23.5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖയാണ് ദക്ഷിണായന രേഖ അല്ലെങ്കിൽ ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ആർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി ആണ്. ആൻഡ് അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് 66 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ലോങ്റ്റ്യൂഡും പഠിക്കണം. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിന്റെ പോർഷനിനകത്ത് നമ്മൾ നൂതനമായിട്ടുള്ള ജോഗ്രഫിക്കൽ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒരു പോയിന്റാണ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കോണ്ടിനെന്റ് ആൻഡ് ഓഷ്യൻസ്, അതായത് വൻകരകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഓരോ വൻകരയുടെയും ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, വെജിറ്റേഷൻ, സോയിൽ, മിനറൽസ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ തരംതിരിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് മേജർ ഓഷ്യൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈഡ്സ്, കറൻസ് ഇതെല്ലാം തന്നെ ജോഗ്രഫിയുടെ പോർഷൻസിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എർത്തിന്റെ കേസ് അഥവാ ലിത്തോസ്ഫിയറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രക്ചർ ഓഫ് എർത്ത്, അതേപോലെ തന്നെ പ്ലേറ്റ് മൂവ്മെന്റ്സ്, എർത്ത്ക്വേക്സ്, വോൾക്കാനോസ്, അതേപോലെ കോണ്ടിനെന്റ് ഡ്രിഫ്റ്റ്, പലതരത്തിലുള്ള കോണ്ടിനെന്റ് ഡ്രിഫ്റ്റും ഒക്കെ തന്നെ കവർ ചെയ്ത് വരുന്നുണ്ട്. സ്ട്രക്ചർ ആൻഡ് കമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, ഡിസ്ട്രിബ്യൂഷൻ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, അതേപോലെ തന്നെ പലതരത്തിലുള്ള വിൻഡ്സ്, പലതരത്തിലുള്ള കാറ്റുകളുണ്ട്, അതെല്ലാം തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ടെമ്പറേച്ചർ സോൺസ് ആൻഡ് സീസൺസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ സോണുകളും വ്യത്യസ്തമായിട്ടുള്ള സീസണുകളും എല്ലാം ഓരോ സീസണിൻ്റെയും പ്രത്യേകതകൾ, ഓരോ സീസണിൻ്റെയും ഹൈലൈറ്റുകൾ എല്ലാം തന്നെ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ, ഓസോൺ ഡിപ്ലഷൻ, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, അതായത് പ്രത്യേകിച്ചും അന്തരീക്ഷ മലിനീകരണം, അതേപോലെ തന്നെ ഓസോൺ പാളിക്ക് ഉണ്ടാകുന്ന വിള്ളലുകൾ, ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനമൊക്കെ തന്നെ ഈ ഒരു പോർഷനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് മനുഷ്യൻ്റെ ഇടപെടൽ മൂലം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അപ്പം ഇത്രയുമാണ് ജോഗ്രഫിയുടെ പോർഷനകത്ത് ഉൾപ്പെടുന്നത്. ഓരോ സിലബസും, അതായത് ഓരോ മൊഡ്യൂളിൻ്റെ സിലബസും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോർഷൻസ് കവർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സ്കോർ ഈ ഒരു എക്സാമിന് മേടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് HSIയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. അതായത് നമ്മൾ സിലബസ് വൈസ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നോട്ടുകൾ, അതായത് ആ മേഖലയിൽ, അതായത് ആ ഓരോ മൊഡ്യൂളുകൾ വൈസ് വരുന്ന സിലബസ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂളുകളായിട്ടുള്ള 3, 4, 6 and 8. ഈ 4 മൊഡ്യൂളുകളുടെ കൃത്യമായിട്ടുള്ള ഒരു വിവരണമായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് മൊഡ്യൂൾ 3 ആണ്. എക്കണോമിക് തിയറി, ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ്. ഈ ഒരു പേരാണ് മൊഡ്യൂൾ 3ക്ക് നൽകിയിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ എക്കണോമിക്സ് ആണ്, സാമ്പത്തിക ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റുകളും തിയറീസും ഒക്കെയാണ് ഈ ഒരു മൊഡ്യൂളുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ എക്കണോമിക്സ് എന്താണ് എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഇഷ്യൂസും കോൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കൺസ്യൂമർ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്യുന്ന തിയറീസ്, ഓർഡിനലും കാർഡിനലും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ആ പറയുന്ന തിയറീസും പിന്നെ അതിന്റെ ഇലാസ്റ്റിസിറ്റി, അല്ലെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക്, അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്ററി ഇലാസ്റ്റിക്, അങ്ങനെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതും അതിനുശേഷം പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ, അല്ലെ, പ്രൊഡക്ഷൻ ഫംഗ്ഷനും കോസ്റ്റ് ഫംഗ്ഷനും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഒരുപാട് കർവുകൾ പഠിക്കാനുണ്ട്. അതുപോലെ മാർജിനൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, ടോട്ടൽ പ്രോഡക്റ്റ്, അങ്ങനെ ഓരോ കോൺസെപ്റ്റുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യം കാണാതെ പോയിട്ടില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നാഷണൽ ഇൻകം കോൺസെപ്റ്റ്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ കറണ്ട് നമുക്ക് GDP കമ്പോസിഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടത് അതിലധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്റർനാഷണൽ ട്രേഡ്, എക്കണോമിക്സ് എന്ന് വരുമ്പോൾ നമുക്ക് ട്രേഡ് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇന്റർനാഷണൽ ട്രേഡ് ആണ് പറയുന്നത്. ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തിയറീസ് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയും അതുപോലെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുമാണ്. അപ്പോൾ ബാങ്കിനകത്ത് നമുക്ക് മറ്റൊരു കോൺസെപ്റ്റ് ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല നമ്മുടെ എക്കണോമിക്സിനകത്ത്. ഏതാണ്? ബാങ്കിങ്. ഇവിടെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റിയിട്ടും സെൻട്രൽ ബാങ്കിനെ പറ്റിയിട്ടുമാണ്. മറ്റ് ബാങ്കുകളെ പറ്റിയിട്ട് നമുക്ക് എക്സ്ട്രാ നമുക്ക് റെഫർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എടുത്ത് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഏതെല്ലാം ബാങ്കുകളാണ്? നമ്മുടെ വാണിജ്യ ബാങ്കുകളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ബാങ്കിനെ പറ്റി, RBI പറ്റിയിട്ടും ഒക്കെയാണ്. അതിനുശേഷം സെൻട്രൽ വാല്യൂ മെഷേഴ്സിലോട്ട് വരുമ്പോൾ സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ്, ഡിസ്പേർഷൻ, കോറിലേഷൻ, അങ്ങനെ വിവിധ തരം മെഷേഴ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സെൻട്രൽ ടെൻഡൻസി പറയുമ്പോൾ തന്നെ മീൻ, മീഡിയൻ, മോഡും, ഡിസ്പേർഷൻ പഠിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, റേഞ്ച്, അങ്ങനെ മുതൽ നമുക്കെല്ലാം പഠിക്കേണ്ടതായിട്ടാണ്. അപ്പൊ ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള എക്കണോമിക്സ് +1 +2 നമ്മൾ പഠിച്ചിട്ടുള്ള എക്കണോമിക്സിനെ എല്ലാം, അതായത് നമ്മൾ ഹൈസ്കൂൾ തലം മുതലേ പഠിച്ചിട്ടുള്ള എല്ലാ എക്കണോമിക്സുകളുടെ ഒരു സമ്മിശ്ര രൂപമാണ് നമുക്ക് ഇവിടെ മൊഡ്യൂൾ 3 കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് തോന്നുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ എങ്ങനെയാ തന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ആ ഒരു ചോദന നിയമം പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താണ് ചോദനം? അല്ലെ, ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു സാധനത്തിന്റെ പ്രത്യേക കാലയളവിൽ വാങ്ങാനാകുന്ന അളവ്, ആ സാധനം നമുക്ക് എത്ര അളവിൽ വാങ്ങാൻ പറ്റും ആ വിലയ്ക്ക് എന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് ചോദനം എന്ന് പറയുന്നത്. ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ചോദനവും വിലയും തമ്മിലുള്ള ബന്ധമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയാം. അവരുടെ ബന്ധം എന്ന് പറയുന്നത് വിപരീത ദിശകളിലായിരിക്കും. ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ അതിന്റെ ചോദനം കുറയുന്നു, ചോദനം കൂടുമ്പോൾ വില കുറയുന്നു. അപ്പൊ അങ്ങനെ ഒരു വിപരീത ദിശകളിലായിരിക്കും ഇതിന്റെ കർവുകൾ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മറ്റൊരു കോൺസെപ്റ്റ് ആയിരുന്നു ദേശീയ വരുമാനം. ദേശീയ വരുമാനത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ പല അളവുകൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അളവുകൾ ഏതൊക്കെയാണ് നമ്മൾ സിലബസിൽ പഠിക്കേണ്ടതെന്ന് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ GDP, മൊത്ത ആഭ്യന്തര ഉൽപാദനം. രണ്ടാമത്തത് GNP, മൊത്ത ദേശീയ ഉൽപ്പന്നം. മൂന്നാമത്തത് NNP,
അറ്റ ദേശീയ ഉൽപ്പന്നം, അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം, ദെൻ ഡിസ്പോസിബിൾ വ്യക്തിഗത വരുമാനം. ഇങ്ങനെയുള്ള ദേശീയ വരുമാനത്തിന്റെ അളവുകൾ പഠിക്കേണ്ടതും നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കലി വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ ഒക്കെ നമ്മൾ പഠിക്കണം എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ അരിത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മാധ്യം, ജാമീർദ്ദീയ മാധ്യം, സന്തുലിത മാധ്യം. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പല സ്റ്റേറ്റ്മെന്റ് ഫോമിലും നമ്മളെ ചോദിച്ചു കുഴപ്പിക്കാനാകുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുള്ള ഒരു നോട്ടാണ് അടുത്തത്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ കോറിലേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കോൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ജൈവ സാങ്കേതിക വിദഗ്ധനായ കോൾപിയേഴ്സൺ ഇതിന്റെ രേഖീയ ബന്ധത്തിന്റെ തീവ്രത അളക്കുന്നതിന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചു തന്നെ മുന്നേറേണ്ടത് ആവശ്യമാണ്. 4ാമത്തെ മൊഡ്യൂളിലോട്ട് കടക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ എക്കോണമി, ഡെവലപ്മെന്റ് എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ്, കേരള എക്കോണമി. ഇവിടെയും എക്കണോമിക്സിനെ പറ്റി തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളതെങ്കിലും ഇവിടെ നമ്മൾ ഇന്ത്യയുടെയാണ് ആസ് എ ഹോൾഡ് ഇന്ത്യയുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ കേരളയുടെ എക്കോണമിയും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ എക്കണോമിക്സുകളുടെ കുറച്ച് കോൺസെപ്റ്റുകളല്ല ഇവിടെ പറയുന്നത്. ഇന്ത്യൻ എക്കോണമിയെ പറ്റിയും കേരള എക്കോണമിയെ പറ്റിയും ഒക്കെയാണ്, നമ്മുടെ ഡെവലപ്മെന്റുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ എക്കോണമിയുടെ ഓവർവ്യൂ പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ വന്നത്, നീതി ആയോഗ് വന്നത്. ഈ ഒരു ഡെവലപ്മെന്റ് നമുക്ക് പഠിക്കാതെ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ എക്കോണമിയിലായാലും കേരളയുടെ എക്കോണമിയിലായാലും നമുക്ക് ഉണ്ടാകുന്ന കുറെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ ഡെവലപ്മെന്റിന് എതിരെ വരുന്ന ഇഷ്യൂസ് ഇതെന്തൊക്കെയാണ്? പോവർട്ടി, ദാരിദ്ര്യം, ഇൻഇക്വാളിറ്റി അല്ലെ, തുല്യത ഇല്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, നമുക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ മാനവ വിഭവത്തിനെ പറ്റി, അത് നമ്മൾ എങ്ങനെയാണ് മാനവ വിഭവ ശേഷി നമ്മൾ മാനേജ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് നമ്മുടെ PQLI എന്ന് പറയുന്ന ഇൻഡെക്സും HD ഇൻഡെക്സും ഹ്യൂമൻ ഡെവലപ്മെന്റൽ ഇൻഡെക്സും ഒക്കെ. അതൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിനെ പറ്റി നമ്മൾ പഠിക്കും. ഇതെല്ലാം നമ്മുടെ എക്കോണമിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് എങ്ങനെയാണ് ടാക്സുകളും എക്സ്പെൻഡിച്ചറുകളും കണക്കാക്കുന്നതെന്നുള്ള സ്ട്രക്ചറിനെ പറ്റി പഠിക്കുക. ഫെഡറൽ ഫിനാൻസിനെ പറ്റിയിട്ട് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതുപോലെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ഒരുപാട് ഡെമോഗ്രാഫിക്സുകളെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ റോളുകളുണ്ട്, ജെൻഡർ ഇഷ്യൂസ് ഉണ്ട്. ലിംഗഭേദമന്യേ നമ്മൾ അനുഭവിക്കുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട് എക്കോണമിയിൽ. അതുപോലെ മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, അർബനൈസേഷൻ, നമ്മുടെ കുടിയേറ്റവും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റ് എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഇഷ്യൂസ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയും കേരള എക്കോണമിയും ആസ് എ ഹോൾ ആണ് നമ്മളിവിടെ 4ാമത്തെ മൊഡ്യൂളുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ എക്കണോമിക് പ്ലാനുകൾ, 5 ഇയർ പ്ലാനുകൾ പഠിക്കുമ്പോൾ നമ്മൾ 1ാമത്തെ പഞ്ചവത്സര പദ്ധതി നമുക്ക് എവിടെയാണോ പഞ്ചവത്സര പദ്ധതി നടപ്പിലായത്, അവസാനം നടപ്പിലായത്, അതുവരെയുള്ള പദ്ധതിയുടെ കാലയളവും അവയുടെ ലക്ഷ്യവും പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് 1ാം പഞ്ചവത്സര പദ്ധതി, അതായത് നമുക്ക് പ്ലാനിങ് തുടങ്ങുന്ന എപ്പോഴാണ് 1981 മുതൽ 56 വരെ. അന്ന് അവിടുത്തെ ഗവൺമെന്റ് ലക്ഷ്യമിട്ടത് എന്തായിരുന്നു? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. അതേസമയം 2ാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെ വന്നപ്പോൾ അവൾ വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആയിരുന്നു അവരുടെ ലക്ഷ്യം. 3ാം പഞ്ചവത്സര പദ്ധതിയിലോ 1961 മുതൽ 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ് സംഘടനയുടെ സ്വയം പര്യാപ്തത, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. 4ാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെയാണ് സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച. ശാസ്ത്രജ്ഞ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റണം മറ്റ് കൺട്രീസിന്.
5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെ നമുക്ക് വന്നത് എന്തായിരുന്നു ലക്ഷ്യം? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6ാം പഞ്ചവത്സര പദ്ധതിയോ 1980 മുതൽ 85 വരെ കാർഷിക വ്യവസായ മേഖലകളുടെ നിലനിൽപ്പായിരുന്നു. അങ്ങനെ ഓരോ പഞ്ചവത്സര പദ്ധതിയും നമ്മൾ പഠിക്കണം. മാനവ വിഭവത്തിനെ പറ്റി പഠിക്കുമ്പോൾ മാനവ വിഭവത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അവരുടെ ജനസംഖ്യ വലിപ്പം എന്താണ്, ജനസംഖ്യയുടെ വളർച്ച എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്, ജനസംഖ്യയുടെ ഘടന എങ്ങനെയാണ്, അവരുടെ ഗുണപരമായ സവിശേഷതകൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ നിരക്ക് എങ്ങനെയാണ്, പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ സാക്ഷരതാ നിരക്ക്, അവരുടെ ആരോഗ്യ പരിപാലനം, ആയുർദൈർഘ്യം, അങ്ങനെ നമ്മൾ ഓരോ ഇൻഡെക്സുകളും കറന്റ്ലി തന്നെ ഇപ്പൊ നിലനിൽക്കുന്ന, പഴയതല്ല, ഇപ്പൊ നിലനിൽക്കുന്ന ഈ ഓരോ നിരക്കുകളും നമ്മൾ പഠിക്കുക. എങ്കിലേ നമുക്ക് എക്സാമിന് അത് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ജെൻഡർ ഇഷ്യൂസിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ലിംഗപദവിയിൽ തന്നെ ആർഷ പദവി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യക്തികൾ സ്വന്തം കഴിവിലൂടെ തിരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി. നമ്മൾ ആർജിക്കുന്ന ഒന്നാണ് ആർജിത പദവി. വിദ്യാഭ്യാസ യോഗ്യത ഒരുത്തൻ എന്ത് ചെയ്യുകയാണ്? ആർജിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുമാനം അദ്ദേഹം സ്വയം ഉണ്ടാക്കുന്നതാണ്. തൊഴിൽ വൈദഗ്ധ്യം, ആ ഒരു സ്കിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതിനെയാണ് ആർജിത പദവി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജെൻഡർ റോൾ എങ്ങനെയാണ് ആർജിത പദവിയാകുന്നത്? ആ ഒരു ജെൻഡറിന് കിട്ടുന്ന പദവി അദ്ദേഹം സാമൂഹികമായ ഇടപെടലിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുന്നത് കൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? ആർജിത പദവിയാകുന്നത്. ആ ഒരു ജെൻഡറിന് നമ്മൾ ആ ഒരു വ്യക്തിത്വം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ജെൻഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയ പുതിയ കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കണം. 6ാമത്തെ മൊഡ്യൂളിലായി വരുമ്പോൾ നമ്മൾ പ്യുവറായിട്ട് പൊളിറ്റിക്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ പറ്റിയിട്ട്. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ, ഡിപ്ലോമസി, ഫോറിൻ പോളിസി, കളക്റ്റീവ് സെക്യൂരിറ്റി, ഡിസാർമെന്റ്, ആംസ് കൺട്രോൾ, UNO പ്രിൻസിപ്പിൾസ്, ഓർഗൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇതെല്ലാം തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള പൊളിറ്റിക്സിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബലൈസേഷൻ വന്നതും ആഗോളവൽക്കരണം വന്നതും അതിൽ നമ്മുടെ WTOയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ റോളുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലോട്ട് വരുമ്പോൾ ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പൽ തത്വങ്ങൾ എന്തൊക്കെയാണ്? ബ്യൂറോക്രസിയുടെ മെറിറ്റുകൾ, ഡീമെറിറ്റുകൾ, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എങ്ങനെയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ അവരുടെ റോൾ എന്താണ്, അവരുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഇല്ലാതെ നമുക്കൊരു പൊളിറ്റിക്കൽ ബന്ധങ്ങളില്ല, അല്ലെ? പ്ലേറ്റോ, JS മിൽ, അരിസ്റ്റോട്ടിൽ, റൊസാരിയോ, മാർക്സ്, ഗ്രാംസി ആൻഡ് ഗാന്ധിജി, അവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് നമുക്ക് പഠിക്കണം. ഇതിലധികം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പഠിച്ചാൽ വളരെ നല്ലത്. അപ്പൊ അങ്ങനെ നമ്മൾ രാഷ്ട്രീയവുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് നമ്മുടെ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം പഠിക്കുമ്പോൾ അതിന്റെ എല്ലാ മേഖലകളും പഠിക്കണം. സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ അതിനുണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിക്കണം. സാമ്പത്തിക മേഖല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള ഉൽപ്പന്നം നമുക്ക് കച്ചവടത്തിന് വഴിയൊരുക്കാൻ പറ്റും. ഇറക്കുമതിയുടെ മേലുള്ള നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്താൻ പറ്റും, ലിബറലൈസ് ചെയ്യാൻ പറ്റും. ട്രേഡ് റെസ്ട്രിക്ഷൻസ്, രാജ്യങ്ങൾ തമ്മിലുള്ള മൂലധന നീക്കത്തിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, അല്ലെ? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനുള്ള നിയന്ത്രണങ്ങൾ ലിബറലൈസ് ചെയ്തു. സമ്പന്ന രാജ്യങ്ങളിലെ നിക്ഷേപകർക്ക് തങ്ങളുടെ പണം രാജ്യത്തിന് പുറത്ത് നിക്ഷേപിക്കാൻ സാധിച്ചു, അല്ലെ? ഇൻവെസ്റ്റ്മെന്റിന് അവർക്ക് പറ്റി. രാഷ്ട്രത്തിന്റെ അതിർത്തികൾക്ക് അപ്പുറത്തുള്ള ആശയങ്ങളുടെ പ്രവാഹത്തിന് വഴിതെളിച്ചു. പുതിയ പുതിയ ക്രിയേറ്റീവ് ഐഡിയാസുകൾ, ടെക്നോളജിക്ക് ഇൻഫ്രാസ്ട്രക്ചറുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, ഇപ്പോൾ AI പോലുള്ള കാര്യങ്ങൾ, പല ടെക്നോളജിക്കൽ ഇൻവെൻഷൻസും പുറം രാജ്യങ്ങളിലേക്ക്, നമ്മളെ രാജ്യങ്ങളിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി. ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ് 1971 ബംഗ്ലാദേശ് യുദ്ധം. അവിടെ നമുക്ക് പാകിസ്ഥാൻ ഒരു വലിയൊരു പങ്ക് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ
സുൽഫിക്കർ അലി ഭൂട്ടയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് പടിഞ്ഞാറൻ പാകിസ്ഥാൻ വിജയിക്കുമ്പോൾ ഷെയ്ഖ് മജ്റൂബ് നേതൃത്വത്തിൽ അവാമി ലീഗ് കീഴടക്കുന്നത്. ഇങ്ങനെയുള്ള പല പല ഇവന്റുകളും പാർട്ടികളും അവരുടെ യുദ്ധങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്സുകളിൽ പഠിക്കാനുണ്ട്. 8ാമത്തെ യൂണിറ്റും അവസാനത്തെ മൊഡ്യൂളുമായിട്ടുള്ള ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി. ഇവിടെ ഇന്ത്യൻ ജോഗ്രഫിയെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മൾ മുന്നേ ഒരു യൂണിറ്റ് പഠിച്ച പോപ്പുലേഷന്റെ തന്നെ ആസ് എ വേൾഡ് ആസ് എ ഹോൾ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, അതുപോലെ തന്നെ റൂറൽ ആൻഡ് അർബൻ ആയിട്ടുള്ള എല്ലാ സെറ്റിൽമെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. കാലാവസ്ഥകളെ പറ്റി, ക്ലൈമാറ്റിക്കൽ റീജിയനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വിളവുകളെ പറ്റിയിട്ടും, ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ, ദെൻ അയണോർ ആൻഡ് കോൾ, നമ്മുടെ ഈ ഒരു അയണിന്റെ ആകട്ടെ കോളിന്റെ ആകട്ടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്. ഇൻഡസ്ട്രികളെ പറ്റി നമ്മൾ വളരെയധികം പഠിക്കുന്നുണ്ട്, കോട്ടൺ ടെക്സ്റ്റൈൽസ്. അതുപോലെ ഫിസിയോഗ്രഫി, ഡ്രെയിനേജ് എങ്ങനെയാണ്, ക്ലൈമറ്റ് എങ്ങനെയാണ്, സോയിൽ എങ്ങനെയാണ്, ഫോറസ്റ്റ് എങ്ങനെയാണ്, അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാതരം ഇൻഡസ്ട്രികളെ പറ്റിയിട്ടും അതുപോലെ അഗ്രികൾച്ചറിനെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ ഫിസിയോഗ്രഫിയെ പറ്റിയിട്ടും പോപ്പുലേഷനെ പറ്റിയിട്ടും ഇതിൽ പറയുന്നുണ്ട്. കാർഷികത്തിൽ തന്നെ നമ്മൾ റൈസ്, വീറ്റ്, കോട്ടൺ, ഷുഗർ ഇതിന്റെ എല്ലാം തന്നെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇറിഗേഷൻ ആൻഡ് മൾട്ടിപർപ്പസ് പ്രോജക്ട്സ് ഓഫ് ഇന്ത്യ, distribution of iron ore, coal, bauxite, mica, petroleum, atomic minerals and non-conventional energy resources. ഈ ഓരോ മിനറൽസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ, ജോഗ്രഫി ഓഫ് കേരള നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ വേൾഡ് നമ്മൾ പൊളിറ്റിക്സ് പറഞ്ഞ പോലെ ആസ് എ വേൾഡ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ എക്കണോമിക്സിലൊക്കെ പറഞ്ഞ പോലെ കേരളയും നമ്മൾ പഠിക്കണം. മൈഗ്രേഷനെ പറ്റി പഠിക്കുമ്പോൾ, കുടിയേറ്റത്തിനെ പറ്റി പഠിക്കുമ്പോൾ വിവിധ തരം കുടിയേറ്റങ്ങളാണ് ഉള്ളത്. ഇൻട്രാ ഡിസ്ട്രിക്ട് മൈഗ്രേഷൻ, അല്ലെ, ഇൻട്രാ ഡിസ്ട്രിക്റ്റും ഇന്റർ ഡിസ്ട്രിക്റ്റും വോളണ്ടറി മൈഗ്രേഷൻ, സ്വയം താല്പര്യത്തോടു കൂടി പോകുന്നതും ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നും മറ്റൊരു ഡിസ്ട്രിക്റ്റിന്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റത്തിനെ പറ്റിയും ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ ജനങ്ങൾ കുടിയേറി പാർക്കുന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ജില്ലാ ആഭ്യന്തര കുടിയേറ്റം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് മറ്റൊരു ജില്ലയിൽ പോവുകയാണെങ്കിൽ അത് ഇന്റർ ഡിസ്ട്രിക്ട് എന്നും, ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെയാണെങ്കിൽ അത് ഇൻട്രാ ഡിസ്ട്രിക്ട് എന്നും, ഇനി മറ്റ് സ്ഥലങ്ങളുടെ ആകർഷക ഘടകങ്ങൾ കണ്ടിട്ട് സ്വയം താല്പര്യത്തോടു കൂടി പോകുന്നത് ആകർഷക കുടിയേറ്റങ്ങൾ അല്ലെങ്കിൽ വോളണ്ടറി മൈഗ്രേഷൻ എന്നും അറിയപ്പെടുന്നു. പോപ്പുലേഷനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കറന്റ്ലി ഇപ്പൊ എങ്ങനെയാണ് നമ്മളെ പോപ്പുലേഷൻ സെൻസസ് പ്രകാരം 2011 ജനസംഖ്യ കോടികളിൽ എങ്ങനെയാണ്, ശതമാനത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കറണ്ട് ആ ഡിജിറ്റുകൾ നമ്മൾ പഠിച്ചു വെക്കുക. ഇനി ഡ്രെയിനേജിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ഭൗമ വിഭാഗങ്ങളെ പറ്റിയും ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റിയിട്ടുമാണ്. ഇന്ത്യയുടെ ഭൗമ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ ഭാഗം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം, അതുപോലെ തന്നെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്ക് പർവ്വതങ്ങൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഇവ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയെല്ലാമാണ് നമ്മുടെ HSA സോഷ്യൽ സയൻസ് മൊഡ്യൂളുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഓരോന്നിലും പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. എല്ലാവരുടെയും ഒരു പ്രശ്നം, എൻ്റേതായാലും നിങ്ങളുടേതായാലും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനിയും സമയമുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ വന്നതല്ലേ ഉള്ളൂ, ഇനിയും സമയമുണ്ട്, കൺഫർമേഷൻ വന്നു കഴിഞ്ഞ് പഠിക്കാൻ സമയമുണ്ട്, അതിന് മുന്നേ സമയമുണ്ട്, സിലബസ് അപ്ഡേഷൻ വരുന്നതിന് മുന്നേ സമയമുണ്ട്. ഇങ്ങനെ പല ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ ഈ ചിന്തകളെല്ലാം നമ്മൾ എന്തിൽ ആഴ്ത്തും? കുറ്റബോധത്തിൽ നാളെ ഒരു കാലത്ത് ആഴ്ത്താതിരിക്കാൻ, നമ്മുടെ ഒരു പടുകുഴിയിൽ തള്ളിയിടാതിരിക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം. The trouble is you think you have time. ഈ ഒരു വചനം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ. നമുക്ക് ടൈം ഉണ്ടെന്ന് കരുതി നമ്മൾ ഓരോന്നും മാറ്റിവെക്കും തോറും നമ്മൾ നമ്മുടെ ഭാവിയെ തന്നെയാണ് ഇല്ലാതാക്കുന്നതെന്ന് ഓർക്കുക. നിങ്ങൾ വൈസായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. നിങ്ങളുടെ പഠനം അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഇന്നു മുതൽ തന്നെ തുടങ്ങുക. ഓക്കെ, താങ്ക് യു.